നമ്മളുടെ പ്രഗ്നൻസി ടൈമിലുണ്ടല്ലോ, നമ്മളുടെ ഏറ്റവും ക്യൂട്ടാക്കി കൊണ്ടുപോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? നമ്മളുടെ വയറ്. ഉം. നമ്മളുടെ വയറ് ഓരോ മാസം കൂടുമ്പോഴും ഇങ്ങനെ വീർത്ത് വീർത്ത് വരുമ്പോൾ അതിൽ നിന്ന് അനക്കങ്ങളൊക്കെ കേട്ട് തുടങ്ങുമ്പോൾ നമ്മൾ മാത്രമല്ല നമ്മളുടെ ചുറ്റിനുള്ളവരടക്കം എന്തൊരു ക്യൂട്ടാണെന്നുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ട് എങ്ങാനും എന്തെങ്കിലും കാരണവശാൽ ആ വയറ് തിരിച്ചു പോയില്ലെങ്കിലുണ്ടല്ലോ, ഏറ്റവും വൃത്തികെട്ട ഒരു കാര്യമായിട്ട് അതവിടെ ഇങ്ങനെ നിലനിൽക്കും. അന്നേരം ഈ പറയുന്ന നമ്മളടക്കം നമ്മളുടെ ചുറ്റിനുള്ളവരടക്കം അതിനെ ഇങ്ങനെ പതുക്കെ എന്താ പറയുക അടിച്ചമർത്താൻ വേണ്ടി അതായത് പണ്ടാരം പോണില്ല, ഈ വയറ് കുറയണില്ലല്ലോ എന്നുള്ള രീതിയിൽ എന്തൊരു വിരോധാഭാസം ഞാൻ ചിന്തിക്കാറുണ്ട്. തീരുമാനം എടുത്ത കാര്യമാണ്. ഞാനൊരിക്കലും എൻ്റെ ബോഡിക്ക് ഒരു സ്ട്രെസ്, ഇതിൻ്റെ അപ്പുറത്തൊരു സ്ട്രെസ് ഞാൻ കൊടുക്കില്ല. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, 2 മക്കൾ, 3 വയസ്സിന് താഴെയുള്ള 2 മക്കളെ നോക്കിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് പണിയുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മളുടേതായ ഒരു സമയവും ഇല്ല. നമ്മളെ ഒന്നും കെയർ ചെയ്യുന്നില്ല. എന്നെ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ യാതൊരു വിധത്തിലുള്ള ത്രെഡിങ് ഇല്ല, ഹെയർ കട്ട് ഇല്ല, ഒന്നുമില്ല. എന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നമുക്കായിട്ടൊരു സമയമില്ലാതെയും നമ്മളൊരു ദിവസം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സെയിം റുട്ടീനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം ലൈഫിനോടൊരു മടുപ്പൊക്കെ തോന്നും ഇടയ്ക്ക്. പക്ഷെ മടുക്കാൻ പാടില്ല, അമ്മയാണല്ലോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, അത്രത്തോളം ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും നമ്മളുടെ ഉള്ളിൽ. അപ്പം ഞാനും കൂടി എന്നെ ഒരിക്കലും ഒരു സ്ട്രെസ്സിലേക്ക് ആക്കുമോ, അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ പോയിരുന്നിട്ട് വയറ് കുറയ്ക്കണം നാളെ തൊട്ട് അങ്ങനെ ഞാൻ പറയില്ല. ഞാൻ ഒന്ന് എനിക്ക് ആദ്യം വേണ്ടത് സമാധാനമാണ്. അത് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ അതിലേക്ക് നിൽക്കുകയുള്ളൂ. ഇതൊക്കെ ഞാൻ കുറേയൊക്കെ നമുക്ക് മാത്രമേ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ തന്നെ വിശ്വസിക്കുക. നമുക്ക് വേറെ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ വിശ്വസിക്കുക. വലിയൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സാണ് കഴിഞ്ഞത്. നമ്മളൊരു ഒരു കുഞ്ഞിന് ഒരു ജീവനാണ് നമ്മൾ കൊടുത്തത്. അത് കഴിഞ്ഞ് അത് വലിയൊരു പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ട് അതിൻ്റെ അവശേഷിക്കുന്ന കുറച്ച് വയറോ കുറച്ച് തടിയോ ഉണ്ടെങ്കിൽ അവിടെ കൂടെ നിന്നോട്ടെ, കുറച്ച് കാലം നിന്നോട്ടെ. ബാക്കി നമ്മൾ കുറയ്ക്കും, ഇല്ലെന്നല്ല, കുറേ കാലമല്ല, കുറച്ച് നാൾ നിന്നോട്ടെ. ഇതിനിപ്പോൾ എന്താ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. കുറയ്ക്കേണ്ടവർ കുറച്ചോട്ടെ, ഇല്ലാത്തവർ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതിനല്ല ഞാൻ പറയുന്നത്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറയ്ക്കുക, അതല്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുറിവ് 1, 2, 3 മാസം എടുത്ത് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ആവുമായിരിക്കും. അത് നമ്മുടെ ആ ഒരു മുറിവ് അതിന് 3 മാസത്തിൽ നമ്മുടെ വേദനകളൊക്കെ പോയാന്നിരിക്കും. എന്നാലും കൂടെ കൊണ്ടുവരുന്ന കുറച്ച് വേദനകളുണ്ട്, നടുവേദന, പുറംവേദന, പിന്നെ എവിടെയൊക്കെ വേദന എന്നറിയാത്ത ഒരവസ്ഥ. പക്ഷേ ഈ മെന്റൽ ഉണ്ടല്ലോ, മെന്റലി നമുക്ക് വരുന്ന ഒരു ചേഞ്ച് ഉണ്ടാകും. അതായത് 9 മാസം നമ്മുടെ ഹോർമോൺസ് പ്രൊജസ്ട്രോൺ അതല്ലെങ്കിൽ പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയുന്നത് ഹൈ ലെവലിലാണെങ്കിൽ ഇതൊന്ന് നോർമലിലേക്കൊക്കെ എത്താൻ വേണ്ടി കുറേ ഇങ്ങനെ വേരി ചെയ്യും ഇത് കഴിയുമ്പോൾ. ആ ഒരു ടൈമാണ് ഈ പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ അറിയില്ല എന്തായിരിക്കും നമ്മുടെ ഇമോഷൻസ് എന്നൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെയാണ് നമുക്ക് വരുന്ന ചേഞ്ചസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ എൻ്റെ ഫോണിൽ 2-3 വീഡിയോസ് കിടപ്പുണ്ട്. പക്ഷേ ഞാൻ ഒട്ടും തന്നെ കോൺഫിഡൻ്റ് അല്ല, അല്ലെങ്കിൽ എനിക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരാൾ അവിടെ ഇരുന്ന് കരയും. അപ്പോൾ ഞാൻ എണീറ്റ് പോകും. അപ്പോൾ ഞാൻ ഓർത്തു യെസ്, ഷോർട്സ് ആണ് അതിനുള്ള